الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام. والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم أنهارا. صدق الله مولانا العظيم. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹളായ ഫള് കൊണ്ട് അവൻ്റെ മഹത്തുക്കളുടെ പൊരുത്തം കരസ്ഥമാക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. നാളെ മഹ്ശറിലൊക്കെ അല്ലാഹു മഹാന്മാരുടെ കൂടെ, പ്രത്യേകിച്ച് ബദരീങ്ങൾ, നിലാമുറ്റം ബദരീങ്ങൾ റളിയല്ലാഹു തആല അൻഹും, അവരൊക്കെ മഹ്ശറിൽ വെച്ചിട്ട് നമുക്ക് അനുഗ്രഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയോ എന്നുള്ള കാര്യത്തിലാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം ഈ മഹത്തുക്കൾ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടേ ഉണ്ടാവും. നിലാമുറ്റം ഇപ്പോഴാണ് നിങ്ങളതിൻ്റെ രുചിയൊക്കെ അറിയാൻ തുടങ്ങിയത്. അത് തിന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ രുചി അറിയാൻ വേണ്ടി തുടങ്ങിയിട്ട് നിങ്ങൾ അടുത്ത കാലത്തായിരിക്കും. ഞാൻ ഏറ്റവും കുറഞ്ഞത് ഒരു 45 വർഷം മുമ്പേ ഇവിടെ സിയാറത്ത് ചെയ്യുന്ന ആളാണ്. നിലാമുറ്റം ബദരീങ്ങളെ ഏറ്റവും കുറഞ്ഞത്. ഇവിടെ 2 മുറ്റമാണ്. ഈ വടക്കേ മലബാറിൽ 2 മുറ്റ. ഏതാ ഈ 2 മുറ്റം? ഒന്ന് നിലാമുറ്റ, രണ്ടാമത്തെ മുറ്റം കാഞ്ഞരമുറ്റം. അതുകൾ കേട്ടിക്കണം? അതിവിടെ ഈ കാലം വരെ അങ്ങ് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കാഞ്ഞരമുറ്റം എന്നിട്ടൊരു മുറ്റം അവിടെ ഉണ്ട്. നമ്മളെ മലബാർ എറണാകുളം ജില്ലയിലൊരു കാഞ്ഞരമുറ്റമുണ്ട്. കണ്ണൂർ ജില്ലയിലൊരു നിലാമുറ്റമുണ്ട്. ഈ 2 മുറ്റമാണ് നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അഭിമാനം നൽകുന്നതായ മുറ്റം. കാഞ്ഞരമുറ്റം എന്ന് പറയുന്ന മുറ്റം ഫരീദൗലിയ കിടക്കുന്ന ഒരു മുറ്റമാണ്. അജ്മീർ ഖാജാൻ്റെ, സുൽത്താനുൽ ഹിന്ദി അജ്മീർ ഖാജ റളിയല്ലാഹു തആല അൻഹുയുടെ പൊരുത്തത്തോടു കൂടി വന്നതായിരിക്കുന്ന മുറ്റമാണ്, ഫരീദൗലിയ വന്നതാണ് കാഞ്ഞരമുറ്റം എന്ന് പറയുന്ന മുറ്റം. ഖാജാൻ്റെ ഹയാത്ത് കാലത്തെ ഖാദിമാണ് മൂപ്പര്. ഖാജ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഖാജാക്ക് ഖിദ്മത്തെടുത്തിരുന്ന ആളാണ് കാഞ്ഞരമുറ്റം ഫരീദൗലിയ. കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല, സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ കാഞ്ഞരമുറ്റത്ത് വന്നിരിക്കാൻ വേണ്ടി അവിടുന്ന് ഓർഡർ കൊടുത്ത് മൂപ്പരവിടെ വന്ന് കുത്തിരുന്നു. കാഞ്ഞരമുറ്റത്ത് അന്ന് അക്കാലത്തൊക്കെ അവിടെ ഒരുപാട് കാഞ്ഞരങ്ങളുള്ള സ്ഥലമാണ്. കാഞ്ഞരമുറ്റത്ത് മുറ്റായിട്ടില്ല, കാഞ്ഞരക്കൂട്ടാണ്. അപ്പം അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഖാജാൻ്റെ ഓർഡർ പ്രകാരം വന്ന് മൂപ്പരവിടെ ഇരുന്നു. ഒരുപാട് കാഞ്ഞരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു.
ആ കാഞ്ഞരങ്ങളൊക്കെ ഇല പറിച്ചു കൊടുത്തിട്ട് കഴിപ്പിന്മ അങ്ങേയറ്റത്തെ കഴിപ്പുള്ളതായിരിക്കുന്ന കാഞ്ഞരമാണ് നിലാമുറ്റത്തെ കാഞ്ഞരം, പ്രത്യേകതയുള്ള കാഞ്ഞര. അത് മുഴുവനും മധുരമായിട്ട് ഉപയോഗിച്ചവരാണ് മധുരമാക്കിയെടുത്തിട്ട് അവരുടെ കറാമത്ത് കൊണ്ട് മുഅ്ജിസത്ത് കൊണ്ടിട്ട് അത് കഴിച്ചവർക്ക് തിന്നവർക്കൊക്കെ മധുരമാക്കി കൊടുത്ത് എല്ലാ രോഗത്തിനും ശിഫയാക്കി കൊടുത്ത ഒരു അവസരമായിരുന്നു അക്കാലത്ത്. അങ്ങനെ അവിടുത്തെ മുറ്റത്തെ ആ മുറ്റത്തിൻ്റെ ഇല, കാഞ്ഞരമുറ്റത്തിൻ്റെ ചെടി, അതിൻ്റെ ഇലയെല്ലാം ഊരി എടുത്ത് എല്ലാ രോഗത്തിനും മരുന്നാക്കി കൊടുത്തിരുന്നു ബഹുമാനപ്പെട്ടവർ. അങ്ങനെ കൊടുത്ത് പിന്നെ അവസാനം പിന്നെ കാഞ്ഞരം ഒക്കെ ഇലയെല്ലാം ഊരി വാരിക്കൊടുത്ത് പിന്നെ ഇതിൻ്റെ തൊലിയെല്ലാം ജനങ്ങളെടുത്തിട്ട് തൊലിയെടുത്ത് കൊടുത്ത് അതൊക്കെ തീർന്നപ്പം മരം തന്നെ കുത്തിയെടുത്തിട്ട് പറിച്ചെടുത്തിട്ട് അത് വെറും മുറ്റമാക്കിയെടുത്തതായിരിക്കുന്നൊരു സ്ഥലമാണ് കാഞ്ഞരമുറ്റം. മനസ്സിലായില്ലേ? ഫരീദ് ഔലിയ എന്ന് പറയുന്ന മഹാൻ അവർകൾ ഹാജപ്പാപ്പാൻ്റെ അടുത്ത ഹാദിമ. ഹയാത്ത് കാലത്ത് ഹാജപ്പാപ്പാക്ക് ഖിദമത്തെടുത്ത ആളാണ്. ഇനി ആർക്കെല്ലാം സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ട് കണ്ടാൽ മതി, അത് എത്തിത്തരും. മനസ്സിലായില്ലേ? ഞാൻ പറയുന്ന വിഷയത്തിൽ എന്ത് സംശയങ്ങൾ ആർക്കുണ്ടെങ്കിലും ഇതെന്നെ സന്ദർശിക്കണം. വേറെ എവിടുന്നെങ്കിലും ചായപ്പീടിയിൽ നിന്ന് അവിടുന്ന് വിടുന്നെന്ന് പറഞ്ഞിട്ട് അതിന് ദലീലും ലക്ഷ്യം ഉണ്ടാക്കരുത്. ഞാൻ പറയുന്ന വിഷയങ്ങൾക്കൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് കാണുക. കാരണം ഞാൻ 40 ചില്ലാനും കൊല്ലമായി വടക്കേ മലബാറിൽ വന്നിട്ട് ദീൻ നടത്താൻ തുടങ്ങിയിട്ട് 40 കൊല്ലം. ഇപ്പോഴാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇരിക്കൂർക്ക് ഇപ്പോൾ ഇങ്ങൾക്കൊരു പേരിന് ഒരു സ്ഥാപനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ സ്ഥാനം, ഈ മുറ്റത്തിൻ്റെ സ്ഥാനം അത് വലിയ സ്ഥാനമാണ്. മുറ്റമില്ലെങ്കിൽ നമുക്കൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു വീടെടുത്താലും അതിന് മുറ്റം നല്ല റാഹത്തായിട്ടുണ്ടോ ആ വീടിന് റാഹത്തുണ്ടാവും. മുറ്റത്തിന് റാഹത്തില്ലെങ്കിൽ വീട്ടിന് റാഹത്തുണ്ടാവില്ല. അത് ശുഹമായിട്ടാണ് വരിക. മനസ്സിലായില്ല? അപ്പോൾ വീടുണ്ടാക്കുമ്പോൾ മുറ്റത്തിനും കൂടിയുള്ളതായിരിക്കുന്ന സ്ഥലം നമ്മൾ ആദ്യം കണ്ടെത്തണം. എന്നെങ്കിലേ ആ വീട്ടിൽ നമുക്കും നമ്മളെ ഭാര്യമക്കൾക്കൊക്കെ താമസിക്കാൻ സൗകര്യവും സുഖവും കിട്ടുള്ളൂ. അങ്ങനെയാണ് മുമ്പുള്ള നമ്മളെ മുൻഗാമികളൊക്കെ ആ കാര്യം കണക്കിലെടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ വീട്ടിന് തന്നെ 5 സെൻറ്റ് സ്ഥലവും 50 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 50 കോടിക്കണക്കിന് ഉറുപ്പ്യൻ്റെ വീടായിരിക്കും നമ്മളെ വീട്. പക്ഷേ താമസിക്കാനൊരു സൗകര്യം കിട്ടൂല, റാഹത്ത് കിട്ടൂല. നേരെ മറിച്ചൊരു മുറ്റുണ്ടെങ്കിൽ ഒരു പന്തൽ കെട്ടിയിട്ട് താമസിച്ചാലും അതിന് റാഹത്ത് വേറുണ്ട്. അതാണ് നമ്മളെ മുൻഗാമികളൊക്കെ അവിടെയാണ് എത്തിയത്. നമ്മളങ്ങനെയല്ല, നമ്മൾ വീട്ടിലേ എത്തിയിട്ടുള്ളൂ, നമ്മളെ മുറ്റത്തെത്തിയിട്ടില്ല. മനസ്സിലായി? അപ്പം ഇങ്ങനെയൊക്കെ ചില സംഗതികൾ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിയെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം ആ വിഷയം അങ്ങനെ കേട്ടെ. അപ്പം അതുകൊണ്ട് 2 മുറ്റത്തിൽ പ്രധാനപ്പെട്ട ഒരു മുറ്റമാണ് കാഞ്ഞരമുറ്റം. 2 മോശമൊന്നുമല്ല. ഫരീദ് ഔലിയ എന്ന് പറയപ്പെടുന്ന മഹാനവറുകൾ അവിടെ വന്നിട്ടാണ് മൂപ്പര് താമസിച്ചതും ഖാജാ റളിയല്ലാഹു അൻഹു അവിടെ താമസിപ്പിച്ചതും അവിടുന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുഅ്മിനീങ്ങളെ അവർ വാർത്തെടുത്തതുമൊക്കെ. അങ്ങനെ അത് കാഞ്ഞരമുറ്റത്താണ്. മനസ്സിലായില്ലേ? അപ്പം അതങ്ങനെയുണ്ട്. പിന്നെ നമുക്കുള്ളത് നിലാമുറ്റമാണ്. നിലാമുറ്റം എന്ന് പറയപ്പെടുന്നത് വെറുതെ അങ്ങോട്ട് മുറ്റം എന്ന് വിളിച്ചൂല മനുഷ്യന്മാർ. നിലാമുറ്റം എന്ന് പറയപ്പെടുന്ന ഇവിടെ ഇന്ത്യയിൽ പിന്നെ ബദരീങ്ങൾ വന്ന സ്ഥലം. ബദരീങ്ങൾ വന്നിട്ട് താമസിച്ചു, അവിടെ തമ്പ് കെട്ടി. അതിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മളെ ഇവിടെ മാനന്തേരിക്കടുത്തിട്ട് ഒരു വലിയ വെളിച്ചം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഒരു ഒഴിഞ്ഞ വിശാലമായിരിക്കുന്ന മൈതാനി. ആ മൈതാനിയിൽ അവർ വന്നിട്ട് താമസിച്ചു, അവർ തമ്പ് കെട്ടി.
അക്കാലത്ത് അവിടെ വെളിച്ചത്തിൻ്റെ ആവശ്യം രാത്രിയാകുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന്. നിങ്ങളവിടെയുള്ള ആ പാരമ്പര്യത്തിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ വിവരം കിട്ടും. അങ്ങനെ പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അതൊക്കെ മറ്റുള്ളവരുടെ കയ്യിലും അവിടെ ഇവിടെയൊക്കെ പെട്ടിട്ട് അതിൻ്റെ വെളിച്ചമൊക്കെ പോയത്. അപ്പം അവർ ഇന്ത്യയിൽ വന്നിട്ട് ഡൽഹിയിലാണ് ബദരീങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ വടക്കേ മലബാറിൽ കണ്ണൂർ ജില്ലയിൽ നിലാമുറ്റത്താണ് ഇറങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ ബദരീങ്ങൾ താമസിച്ച സ്ഥലങ്ങളാണ്. മനസ്സിലായില്ലേ? അതാണ് അതിനുള്ള പവർ. അങ്ങനെ അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പേര് ലാസ്റ്റായപ്പോൾ പേര് പൊന്തി വന്നത്. മുറ്റം അത്തരാരും കണക്കിലിട്ട് മുറ്റം എന്ന് പറഞ്ഞിട്ട് എവിടെയും പ്രചാരം വരൂല. ഇങ്ങനെ ഈ മുറ്റത്തിനൊക്കെ അള്ളാഹു പ്രചാരമുണ്ടാക്കിയത് അത് അള്ളാഹുവിൻ്റെ മഹത്തുക്കളുടെ അഭിമാനമാണ്. അവർ എവിടെ പോയി തമ്പടിച്ചോ അവിടെ അള്ളാഹുവിൻ്റെ നൂറ്, അള്ളാഹുവിൻ്റെ പ്രകാശം, അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ സാന്നിധ്യം ഉണ്ടായിത്തീരും. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അങ്ങനെയാണ് ഇവിടെ ഈ മുറ്റങ്ങൾ, 2 മുറ്റങ്ങൾ ഉണ്ടായത്. അങ്ങനെ ഇവിടെ ഈ നിലാമുറ്റം എന്ന് പറയുന്ന മുറ്റത്ത് അവർ വന്നിട്ട് തമ്പടിച്ചു. ഇവിടെ പല വിധത്തിലുള്ളതായ സമരങ്ങളും യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞു കടന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പറയപ്പെടുന്ന 100ഓളം ബദരീങ്ങൾ താമസിച്ച സ്ഥലമാണ് നിലാമുറ്റം എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അത് അങ്ങനെയല്ലേ, നമ്മൾ പറയുമ്പോൾ സത്യം പറയാം. പറയണത് ജനങ്ങൾ ഉൾക്കൊള്ളുന്നത് അവർ കൊണ്ടോട്ടെ, അതിന് കുഴപ്പമില്ല. വേണ്ടവർക്ക് ഉൾക്കൊള്ളാൻ, അല്ലാത്തവർ കൊള്ളും വേണ്ട. ഇങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെയുള്ള പ്രത്യേകത. അങ്ങനെ നമ്മളെ ഇന്ത്യ എന്ന് പറയപ്പെടുന്നത് ചെറിയ രാജ്യമൊന്നുമല്ല. അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ ഒരുമിച്ച് കൂടി താമസിച്ചതും അവർ യുദ്ധം ചെയ്തതും ഒക്കെയുള്ളതായ സ്ഥലമാണ് ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ. അതിപ്പോൾ ലാസ്റ്റ് അള്ളാഹു തആല അതൊന്നും നശിപ്പിച്ച് കളിയില്ല. അള്ളാഹുവിൻ്റെ മഹാന്മാർ താമസിച്ച സ്ഥലങ്ങളൊന്നും നശിച്ചു പോകൂല. അതൊക്കെ അതിൻ്റെ ആ പ്രകാശങ്ങളും അതിൻ്റെ നന്മയും മേൽമയൊക്കെ ഇങ്ങനെ ലാസ്റ്റാകുമ്പോൾ അതിങ്ങനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് തെളിവാണല്ലോ മക്കവും മദീനമാണല്ലോ നമുക്ക് ഏറ്റവും വലിയ തെളിവ്. മക്കത്ത് എന്തായിരുന്നു ഇവിടെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുമ്പോൾ ഉണ്ടായിരുന്നത്? എന്തുണ്ടായിരുന്നു? 300 ചില്ലാനം ബിംബങ്ങൾ. ഇതേ ഉണ്ടായിട്ടുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം അത് ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൻ്റെ ഒരു ഉമ്മയാക്കിയിട്ട്, ഉമ്മുൽ ഖുറ എന്ന് പറയും, ഗ്രാമത്തിൻ്റെ ഉമ്മ. ആ നിലക്ക് അള്ളാഹു കോടാനക്കോടി ജനങ്ങൾക്ക് ചെന്നുകൂടാനുള്ളതായ അവസരവും സൗകര്യമാക്കി അള്ളാഹു അതിനെ ഉയർത്തി, അതിനെ നിലനിർത്തി. അവിടത്തേക്ക് നോക്കിയാൽ ഇത് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസി വഅംന വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. എന്തേ? അത് ഒരു അമ്നിൻ്റെ സ്ഥലമാക്കി, ഒരു വിശ്വസ്തതൻ്റെ സ്ഥലമാക്കി മാറ്റി. അവിടത്തേക്ക് ആര് കടന്നു ചെന്നാലും ബുദ്ധിമുട്ടില്ല, പേടിക്കാനില്ല. ആ കോലത്തിലാക്കി അതിനെ നോക്കിക്കണ്ടാൽ അതിന് അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്ന രീതിയിലാക്കി, അതിനെ കേട്ടാൽ കൂലിയുള്ളതായിരിക്കുന്നൊരു ഒരു നിലക്കാക്കി മാറ്റി, അതിനെ കണ്ടാൽ വളരെ പോരിശയുള്ളതായൊരു വകുപ്പാക്കി മാറ്റി, അതിനെ കൽബ് ഹൃദയത്തിൽ ചിന്തിച്ചാൽ ആ ഹൃദയത്തിൽ അള്ളാഹു ഹിദായത്ത് നൽകപ്പെടുന്നതായൊരു വകുപ്പാക്കി മാറ്റി. അതിനെ ചിന്തിച്ചാൽ ഹൃദയത്തിൽ ഹിദായത്ത് നൽകപ്പെടും. മനസ്സിലായില്ലേ? നമുക്കതിൻ്റെ രുചി അറിയാത്തത് കൊണ്ടാണ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് വിശേഷതകളുള്ളതായ സ്ഥലങ്ങളാണ് പരിശുദ്ധമായിരിക്കുന്ന സ്ഥലങ്ങൾ. അപ്പം അതൊക്കെ അതിൽപ്പെട്ടത് അതിൻ്റെതായൊരു വകുപ്പാണ് അള്ളാഹു നമുക്ക് നൽകിയതായ മഹാന്മാരുടെ വകുപ്പ്. ആ വകുപ്പ് അതിൻ്റെ വകുപ്പാണ്.
അപ്പം അതിനെ ജനങ്ങൾ എന്നും ആഗ്രഹിക്കപ്പെടുന്നു. മക്കം കാണണം, മക്കം കാണണം. അതിന് പൂതിയില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ. മദീനം കാണണം. ഇങ്ങനെ നേരെ മറിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നമ്മളുടെ താമസിക്കുന്നൊരു ബന്ധം, ഒരു വീട്, ഒരു കുടുംബം എന്നുള്ളൊരു വകുപ്പിൽ കൂടിയാണ് നമ്മളതിനെ സ്നേഹിക്കുന്നത്. ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. താമസിക്കുന്ന സ്ഥലം അത് മുഅ്മിനീങ്ങളുടെ സിഫത്തിൽപ്പെട്ടതാണ്, ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ അറിയാത്ത ഭാഗത്തിലൂടെ ലോകത്ത് മറഞ്ഞു കിടക്കുന്നു, കഴിഞ്ഞു പോകുന്നു. അപ്പം അതിൽപ്പെട്ടതാണ് നിലാമുറ്റം. ഇവിടെ ബദരീങ്ങൾ കാലുകുത്തിയ സ്ഥലമാണ്. ഇത് ബദരീങ്ങളുടെ സ്ഥലമാണ്, ബദരീങ്ങളുടെ സ്ഥലമാണ്. ദുആക്കുത്തരമുള്ള സ്ഥലമാണ്, ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണ് നിലാമുറ്റം എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ എത്രത്തോളം ഇപ്പോൾ നമ്മൾ കണക്കിലെടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഇപ്പം എത്ര ആൾ പോകുന്നു, കാണുന്നു, സിയാറത്ത് ചെയ്യുന്നു ഒക്കെ എന്നല്ലാതെ അതിൻ്റെ മറ്റൊരു നിലയും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. കാണുന്നതൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തുക്കളുടെ നൂറും പ്രകാശമൊക്കെ ആക്കാരൻ. അപ്പോൾ അതുകൊണ്ട് പോലെ അതിനനുസരിച്ചിട്ട് അതിനെ ബഹുമാനിക്കും. കാണുന്നതിനനുസരിച്ച് ബഹുമാനിക്കും. കാണാത്തോലെ അങ്ങനെയല്ലല്ലോ, ഓൾക്ക് പിന്നെ അങ്ങനത്തെ ബഹുമാനമൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് എന്തൊരു സംഗതി ബഹുമാനിക്കപ്പെടുന്ന എന്തൊരു സംഗതിയാണെങ്കിലും അതിൻ്റെ വകുപ്പ് അങ്ങനെയാണ്. ഒരു മക്കൾ ഉമ്മാനെയും ബാപ്പാനെയും ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പരിധി ഉണ്ടാവും. എന്താ ഉമ്മ ഉപ്പ എന്ന് മനസ്സിലാക്കിയോൽ അതിനനുസരിച്ചിട്ട് ബഹുമാനിക്കുക, അല്ലാത്തവർ അതിനനുസരിച്ചിട്ട് ബഹുമാനിക്കും എന്നതുപോലെയാണ് അള്ളാഹുവിൻ്റെ മഹത്തുക്കളുടെ ബഹുമാനവും കാരുണ്യമൊക്കെ ഉണ്ടാകുക. അപ്പം അതുകൊണ്ട് ഈ പറയപ്പെടുന്ന സ്ഥലം ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളാണ് കാഞ്ഞിരമുറ്റവും അതേപോലെ തന്നെ നിലാമുറ്റം എന്നൊക്കെ പറയപ്പെടുന്നത്. ഇവിടെ എത്രയോ മഹാന്മാർ എത്രയോ കാലങ്ങൾക്ക് മുമ്പായിട്ട് ഇവിടെ കാലുകുത്തി അതിനെ ബഹുമാനിച്ചു, അവരെ ബഹുമാനിച്ചു സ്ഥലമാണ്. ബദരീങ്ങളെ തന്നെ വിളിച്ചാൽ വിളിക്കേണ്ടവരെ വിളിച്ചാൽ അപ്പം അതിന് ജാപത്തോടെ ഉണ്ടാവും. ബദരീങ്ങൾ മനസ്സിലായില്ലേ? എനിക്കിപ്പോൾ അത്ര അതിനെപ്പറ്റി അറിഞ്ഞോളണം എന്നില്ല. അപ്പം അതിനറിഞ്ഞവർ പറയുമ്പോഴാണ് അതിൻ്റെ മഹത്വം തിരിയുക. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ മഹത്തുക്കൾ ബഹുമാനിക്കപ്പെടുന്നത് അവരുടെ ദറജ അവർക്ക് കൂട്ടിക്കൊടുക്കുന്ന ഓരോരുത്തൻ്റെ കൽബിനനുസരിച്ചിട്ടാണ് ദറജ കൂട്ടിക്കൊടുക്കുക. അപ്പം അതുകൊണ്ട് നിലാമുറ്റം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു മുറ്റമാണ്. കാഞ്ഞിരമുറ്റം ഫരീദൗലിയാൻ്റെ മുറ്റ. ഫരീദൗലിയ കിടക്കുന്ന വീടാണ് കാഞ്ഞിരമുറ്റം ഫരീദൗലിയ. അവർ താമസിക്കുന്ന വീട് ഖബർ അവരുടെ വീടാണ്. അതിലാണ് ഫരീദൗലിയ കിടക്കുന്നത്. മനസ്സിലായില്ലേ? അത് വീട്ടിൻ്റെ മുറ്റ. അവരൊക്കെ ഖാജാൻ്റെ ഖാജാക്ക് ഖിദ്മത്തെടുത്തതായിരിക്കുന്ന മഹാന്മാരാണ് ഹയാത്ത് കാലത്ത്. അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ ബദരീങ്ങൾ വീട്ടിൻ്റെ മുറ്റമാണ് നിലാമുറ്റം എന്ന് പറയപ്പെടുന്നത്. ബദരീങ്ങൾ താമസിക്കുന്ന വീട്ടിൻ്റെ മുറ്റമാണ് നിലാമുറ്റം. നമ്മൾ മുറ്റം മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ? അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ സംഗതി. അതുകൊണ്ട് അവരെ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ് ഹിദായത്തിൻ്റെ മേഖല. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു സ്നേഹിച്ചതിനെ ഇഷ്ടപ്പെടുക, ഇതൊക്കെയാണ് ഒരു മോമിനായിരിക്കുന്ന മനുഷ്യൻ്റെ കടപ്പാട് എന്ന് അതിനിപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല, അതിൻ്റെ ടൈമല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ എന്ത് തന്നെ നമുക്ക് സംഭവിച്ചാലും വന്നാൽ ഇവിടെ വന്നിട്ട് യാസീൻ ഓതിയാൽ അതിന് പരിഹാരമുണ്ടാക്കുന്ന ചുറ്റുപാടാണ്. ഹായിബായി പോകില്ല. എന്ത് തന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ബുദ്ധിമുട്ടും വിഷമം നമ്മൾ പറഞ്ഞാലും അത് നമുക്ക് വെറുതെ ആകില്ല. അപ്പം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഒരാളെ പറ്റിയിട്ട് കേൾക്കുമ്പോൾ അയാൾ അങ്ങനത്തെ ആളാണെന്ന് കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ പൊട്ടന്മാരാണ്. ഇവിടെ നൂറുകണക്കിന് അല്ലാഹുവിൻ്റെ ബദരീങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് ഇവരൊക്കെ നിങ്ങൾ കാണാത്ത പോലെ ആക്കിയിട്ട് നിങ്ങൾ എവിടേക്കായി പായണത്? പായൻ്റെ ആവശ്യം എന്താ?
അള്ളാഹുവിൻ്റെ റഹമത്തും അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ നോത്തുക്കളും അവരൊക്കെ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ഒന്ന് തന്നെയാണ്. ഓര് തമ്മിലൊക്കെ ബന്ധമുണ്ട് അപ്പുറം ഇപ്പുറം. നമ്മൾ തമ്മിലൊരു ബന്ധമില്ല. മനുഷ്യന്മാർ തമ്മിലൊരു ബന്ധമില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ മഹത്തുക്കൾ അങ്ങനെയല്ല. ഓരൊക്കെ എപ്പോഴും ബന്ധം ഒരു കൂട്ടത്തിൽ ചേരുന്നവരും കാണുന്നവരുമൊക്കെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനനുസരിച്ചിട്ടുള്ള ബഹുമാനവും നിലയൊക്കെയാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. എന്നാൽ നമ്മളെ പ്രശ്നത്തിന് എവിടെ പോയാലും നമുക്ക് പരിഹാരമുണ്ട്. എവിടെയും പായേണ്ട ആവശ്യമല്ല. ഒരു യാസീനാൻ്റെ ഓതി നോക്കി, നിലാമുറ്റത്ത് വന്നിട്ട് ഒരു യാസീനോതി നോക്കി, ഒരു ബുദ്ധിമുട്ടും അതിന് ഉടനെ തന്നെ അതിൻ്റെ ഫലമുണ്ടാകും. നമ്മളെ കാര്യത്തിനൊക്കെ അപ്പം തന്നെ പ്രതിവിധി ഉണ്ടാകുന്നു, പ്രതിഫലമുണ്ടാകുന്നു. അതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. ലോകത്ത് എവിടെങ്കിലും ഒരു വലിയുണ്ടോ ആ വലിയനെ സ്നേഹിച്ചാൽ മതി. ഒരു മഹാനുണ്ടെങ്കിൽ ആ മഹാനെ സ്നേഹിച്ചാൽ മതി. അപ്പുറത്തേക്ക് കേൾക്കുമ്പോൾ പായേണ്ട ആവശ്യമില്ല. അതാണ് അത്. എത്ര എവിടെയാണെങ്കിലും എന്താണെങ്കിലും. കാരണം നമുക്ക് വലുത് നമ്മളെ ഉമ്മയാണ്, നമുക്ക് വലുത് നമ്മളുടെ വാപ്പയാണ്. പിന്നെ ഉമ്മാനെയും ബാപ്പാനെയും ഇട്ടിട്ട് പിന്നെ എവിടേക്ക് നമ്മൾ വായണത്? അപ്പം അതുകൊണ്ട് നമുക്കൊക്കെ പറ്റിയ വെഡിത്തരങ്ങൾ അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കാത്ത കുഴപ്പമാണ്. നമ്മളെവിടെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ അവിടെ കറാമത്തുണ്ട് എന്ന് കേൾക്കുമ്പോൾ അവിടത്തേക്ക് പായുന്നു, മറ്റുള്ളതൊക്കെ അവിടെ ഒഴിച്ചിടുന്നു. അതിൻ്റെ ആവശ്യമില്ല. അത് വെഡിത്തരങ്ങളാണ്. അള്ളാഹു ബഹുമാനിച്ച മഹാന്മാരുടെ സാന്നിധ്യം നമുക്ക് സ്വർഗത്തോപ്പാണ്. സ്വർഗത്തോപ്പാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ദ്വാരക്കുന്ന നമ്മളെ ഖബറാളിൻ്റെ അടുത്ത് ഖബറിൻ്റെ അടുത്ത് പോയി ദ്വാരക്കുന്ന അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു എന്നൊക്കെ നമ്മൾ ദുആ ചെയ്തിട്ട് വജഅൽ ഖബറഹു റൗളത്തൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തോപ്പാക്കി കൊടുക്ക് പടച്ചവനെ. ഒരു മയ്യത്തിനെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ദ്വാരക്കുന്നത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മഹു, പടച്ചവനെ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് കൊടുക്ക്, ഓനക്ക് മഗ്ഫിറത്ത് കൊടുക്ക്, ഓനക്ക് മഗ്ഫിറത്ത് കൊടുക്ക്, ഓൻ്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്ക്. സ്വർഗത്തോപ്പ് എവിടെയും കൊണ്ടുപോകൂല. ഈ ദുനിയാവ് തന്നെയാണ് സ്വർഗത്തോപ്പ്. അള്ളാഹുവിൻ്റെ മഹത്തുക്കളുടെ സാന്നിധ്യമാണ് സ്വർഗത്തോപ്പ്. ഖിയാമത്ത് നാളിൻ്റെ അന്നും അതിനെ അള്ളാഹു മറ്റൊരു രീതിയിലേക്ക് മാറ്റൂല. അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിച്ചതായ വെക്കപ്പെട്ടതായിരിക്കുന്ന സ്ഥലം അത് എപ്പോഴും സ്വർഗത്തോപ്പ് തന്നെയാണ്. അത് മാറ്റപ്പെടൂല, അതിനെ നീക്കപ്പെടൂല. അള്ളാഹുവിൻ്റെ മഹത്തുക്കളുടെ കടക്കുന്ന സ്ഥലം അത് നീക്കപ്പെടൂല. അത് സ്വർഗത്തോപ്പായിട്ട് തന്നെയാണ് ഉണ്ടാകുക. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം എങ്ങനെയാണ് ഇവിടെ മഅ്ശറ എന്ന് പറയപ്പെടുമ്പോൾ യൗമ തുബദ്ദലുൽ അർളു ഗൈറുൽ അർളി വസ്സമാവാതു വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ. പിന്നെ യൗമ തുബദ്ദലുൽ അർളു ഗൈറുൽ അർളി, ഈ ഭൂമിനെ മറ്റൊരു ഭൂമിയാക്കി മറിക്കപ്പെടുന്നു. അല്ലാഹു പറയാ, ഈ ഭൂമിനെ മറ്റൊരു ഭൂമിയാക്കിയിട്ട് മറിക്കപ്പെടുന്നു. ഈ മയ്യത്തിനെ മറ്റൊരു മയ്യത്താക്കിയിട്ട് മറിക്കപ്പെടുന്നു. പടച്ചവൻ പറയുന്നു, നമ്മളെ വേറെന്തൊക്കെ ഈ ചാണം നീക്കുമ്പോൾ നീക്കിക്കൊണ്ടുപോകുന്നതല്ല, ഞമ്മക്കുള്ളതായിരിക്കുന്ന സ്ഥാനം നമ്മൾ ഉണ്ടാക്കി തീർക്കണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി, നബിയേ, എന്താണ് ഈ യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാതു വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, എന്താണ് അതിൻ്റെ മാറ്റം? യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി, ഈ ഭൂമിനെ മറ്റൊരു ഭൂമിയാക്കിക്കൊണ്ട് മറിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് ഏതുപോലെയാണെന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ്? അത് ഒരു നാണയം കൊണ്ട് ആഭരണം ഉണ്ടാക്കും പോലെയാണ്. ഒരു നാണയം കൊണ്ട് ആഭരണം ഉണ്ടാക്കുക. നമ്മൾ തട്ടാൻ്റെ അടുത്ത് സ്വർണം കൊണ്ട് കൊടുത്താൽ ആ കൊണ്ടുപോയി കൊടുത്തതായിരിക്കുന്ന സ്വർണം നമുക്ക് തിരിച്ചു തരൂല. ഇത് മറ്റൊരു കോലത്തിലാക്കിയിട്ടാണ് നമുക്ക് തരിക.
എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരായിരിക്കുന്ന നമുക്ക് നമ്മളെ മറ്റൊന്നാക്കിക്കൊണ്ട് മറിക്കുകയാണ്. എന്നിട്ട് ആ രീതിയിലാണ് മഅ്ശറയുടെ രൂപം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്തുക്കളുടെ മുഅ്മിനീങ്ങളെ എവിടെ കൊണ്ടുപോയി വെച്ചോ അതിന് പവർ കൂടുക, അതിൻ്റെ ദറജ പോകൂല. നമ്മളതുകൊണ്ട് തന്നെ സിയാറത്ത് ചെയ്തിട്ടും യാസീൻ ഓതിയിട്ടും ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ എന്ന് പറയപ്പെടുന്നതായിരിക്കുന്ന മഹദി, ആ മഹദി 6000 ചില്ലാനും ഖത്തം ഓതിയതായിരിക്കുന്ന ഖുർആൻ ഓതിയ മഹദിയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ മൂപ്പരൊക്കെ മഹദി അതാണ് നഫീസത്തുൽ മിസ്രിയാൻ്റെ ഉസ്താദന്മാരിൽപ്പെട്ട തന്നെയാണ് ഷാഫി റഹ്മത്തുള്ളാഹി ഒക്കെ. അങ്ങനെ ഷാഫി ഇമാം മൗത്താകുന്ന സമയത്ത് വസിയത്ത് ചെയ്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജനാസ നഫീസത്തുൽ മിസ്രിയാൻ്റെ ഖബറിൻ്റെ അടുത്ത് കൂടി കൊണ്ടുപോകണം എന്ന്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇതിൻ്റെ ആവശ്യം എന്താണ്? നഫീസത്തുൽ മിസ്രിയാൻ്റെ ഖബറിടം സ്വർഗത്തോപ്പാണ്. 6000 ചില്ലാനും ഖുർആൻ ഓതിയതായിരിക്കുന്ന മഹദിയാണ്. വീട്ടിൻ്റെ മുറ്റത്തൊരു കൈക്കമ ഒരു ഖബർ കൊഴിച്ചിട്ട് അതിൽ ഇരുന്ന് കൊണ്ടിട്ട് 6000 ചില്ലറ ഖത്തം ഓതിയതായിരിക്കുന്ന മഹദിയാണ് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ. നമ്മളൊക്കെ പണ്ട് കാലത്തെ എവിടേക്കാണ് നമ്മൾ പാഞ്ഞത്? നമ്മളമ്മാക്കും ഉമ്മാൻ്റെ അമ്മമാർക്കൊക്കെ പേറ്റ് നമ്പലം വരുമ്പോൾ എവിടത്തേക്കാ പായല്? നഫീസത്തുൽ മിസ്രിയാൻ്റെ അടുത്തേക്ക്. ഇപ്പം എവിടത്തേക്കാ പായുന്നത്? അപ്പം അങ്ങനത്തെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ മഹദി അവറുകളുടെ 6000 ചില്ലറ ഖത്തം ഓതിയ മഹാദി അവറുകളാണ്. 6000 ചില്ലറ ഖത്തം തീരലോടുകൂടി മാനിദാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനെ എന്ന് പാടിയൊക്കെ കൊണ്ട് പാടാനൊക്കെ നല്ല രസമുള്ള പാട്ടാ. അങ്ങനെ 6000 ചില്ലറ ഖത്തം പൂർത്തിയാക്കലോട് കൂടിയിട്ട് യാസീൻ വഇലൈഹി തുർജഊൻ എന്ന് പറയലോടുകൂടിയാണ് 37 കണ്ണടച്ചത്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചില പ്രത്യേകതകൾ. അപ്പോൾ അങ്ങനത്തെ മഹാദി ഖബറുകളെ സംബന്ധിച്ച് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതെന്താ? നഫീസത്തുൽ മിസ്രിയാൻ്റെ ഖബറിൻ്റെ അടുത്ത് കൂടി കൊണ്ടുപോകണം എൻ്റെ ജനാസായം. എന്തിനാണത്? ഖുർആൻ ഓതിയതായിരിക്കുന്ന പോരിശ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കെല്ലാം ഇപ്പോൾ ഇതൊന്നും നിലയില്ലാത്ത ഖുർആൻ ഓതിയോടുത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിറങ്ങും ബർക്കത്തിറങ്ങും. ഇതിനല്ലേ നമ്മളെ മുൻഗാമികളൊക്കെ അതിനൊരുപാട് മത്സരവും സമരമൊക്കെ നടന്നിട്ടുള്ളത്. മത്സരവും സമരമൊക്കെ നടന്നിട്ടുള്ളത് പണ്ട് കാലത്തൊക്കെ മുജാഹിദീങ്ങളും മറ്റുള്ളൊക്കെ ചർച്ച ചെയ്തിരുന്നു. വാദപ്രതിവാദമൊക്കെ നടത്തിയിരുന്നു. പിന്നെ ഖബറിൻ്റെ മുകളിൽ പെരകെട്ടണീനെ സംബന്ധിച്ച് അതെങ്ങനെ പാടുണ്ട മൊലിയരെ എന്നൊക്കെ ചോദിച്ചിട്ട് ഖബറിൻ്റെ മുകളിൽ അല്ല എന്നെ ചാരിയിട്ട് വെയിൽ കൊള്ളണീനെ, ഖബറിൻ്റെ മേലെയല്ല അടുത്ത്. അപ്പോൾ അതിന് അക്കാലത്തിൽ ചില പണ്ഡിതന്മാർ ചോദിച്ചു അവരോടൊക്കെ, ഖബറിൻ്റെ അടുത്ത് പിന്നെ ഒരു ഖബർസ്ഥാനിയിലൊരു കുട കുടിച്ചിട്ട് ഖുർആൻ ഓതുന്നതിന് തെറ്റുണ്ടോ? അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ചോദ്യങ്ങൾ. കുട പിടിച്ചിട്ട് ഖുർആൻ ഓതുന്നതിന് തെറ്റുണ്ടോന്നാ. അപ്പം ആർക്കെ പറയാ തെറ്റുണ്ട് എന്ന് പറയാൻ? അപ്പം അങ്ങനെ ഒക്കെ വാദപ്രതിവാദങ്ങളൊക്കെ നടന്ന കാലമായിരുന്നു ഒക്കെ. പിന്നെ എടവണ്ണപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് 40 കൊല്ലം മുമ്പ് ഒരു വാദപ്രതിവാദം നടന്നു. ശംസുൽ ഉലമ അതേപോലെ മറ്റേ മൗലവി ഒക്കെ ഉണ്ടായിരുന്നു, പല മൗലവിമാരുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ശംസുൽ ഉലമ ഓതിയ ആയത്ത് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്ന കള്ളന്മാരെ നബി തങ്ങൾ കാണുന്നില്ലേ എന്ന് അല്ലാഹു ചോദിച്ചതാണ്. ഇപ്പം കള്ളന്മാരെ തിരക്കാം, ദീനൊക്കെ ഓലെടുത്താണ്, ഒക്കെ കട്ടുന്നു കഴിഞ്ഞു. അപ്പം അങ്ങനെയൊക്കെത്തതായ കാലം അത് എടവണ്ണപ്പാറയിൽ വെച്ചിട്ട് അന്ന് ഞാൻ മൂപ്പരെ പരിപാടിക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്.
വെറുതെ തമാശക്ക് പറയുന്നല്ല, കാര്യം പറയാം. അപ്പൊ ഇന്ന് അന്ന് ഓതി ആയത്ത് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്നാ, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഖുർആൻ ഓതുന്ന സ്ഥലത്ത് അവിടെ കബറിടം, അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും. അത് നമ്മളെ വീട്ടിൽ ഓതിയാൽ അവിടെ ഇറങ്ങും. എവിടെന്നാ നമ്മൾ ഓതുന്നതെങ്കിൽ അവിടെ ഇറങ്ങും. മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഒരു ഖുർആൻ്റെ മദ്ഹറാണ്. അത് ഖുർആൻ്റെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ്റെ 100 വെളിവാകുന്ന സ്ഥലം മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയപ്പെടുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഖുർആൻ ഓതുന്നോടത്ത് അള്ളാഹിൻ്റെ ഖുർആൻ ഇറങ്ങും എന്നായിരുന്നു മുമ്പുള്ളതായിരിക്കുന്ന ജനങ്ങളുടെയൊക്കെ നിഗമനം. വെച്ചിട്ട് ഓല പണിക്ക് പോകും, ഇതിൻ്റെ പണിയെടുക്കും. ആർക്കതിൻ്റെ കൂലി? തുറന്ന് വെച്ചോടത്തോ അവർക്കോ, അത് കേൾക്കാതെ ഇട്ടിട്ട് പോണവർക്കോ. അതിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ ആർക്കതിൻ്റെ കൂലി കിട്ടുക? അപ്പോൾ ഇങ്ങനത്തൊക്കെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ എവിടെയാണ് അതിനെ ബഹുമാനിച്ചതെങ്കിൽ അവിടെയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുക. അത് വീട്ടിൽ ബഹുമാനിച്ചാൽ വീട്ടിലാണ് ഇറങ്ങുക, നാട്ടിൽ ബഹുമാനിച്ചാൽ നാട്ടിലാണ് ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ്റെ അന്നത്തെ ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. വാദപ്രതിവാദമൊക്കെ ചെയ്തിട്ട്. അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ പേര് പറഞ്ഞുകൊണ്ടിട്ട് പാട്ടും പാടിയിട്ട് യാസീൻ ഓതിയിട്ട് നഫീസത്തുൽ മിസ്രിയാൻ്റെ ആ മാല പാടിയിട്ട് ഒക്കെയായിരുന്നു മുമ്പുള്ളതായിരിക്കുന്ന മനുഷ്യന്മാരുടെ അവർ രക്ഷ തേടിയിരുന്നത്. അത് വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്നും അത് നടക്കും. അങ്ങനെ ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയാമും 6000 ചില്ലറ ഖത്തം ഓതിയിട്ട് 6000 ചില്ലറ ഖത്തം ഓതിയിട്ട് അങ്ങനെ ഖുർആൻ കൊണ്ടിട്ട് തന്നെ മൗത്തായ മഹദിയാണ്. ഖുർആൻ കൊണ്ടിട്ട് തന്നെ മൗത്തായ, ജീവിതകാലം മുഴുവനും ഖുർആൻ ഓതാൻ ചെലവ് ചെയ്ത മഹദിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജനാസ നഫീസത്തുൽ മിസ്രിയാൻ്റെ വീടിൻ്റെ ഖബറിൻ്റെ അടുത്ത് കൂടി കൊണ്ടുപോകണം എന്ന് മഹദി അവറുകൾ വസിയത്ത് ചെയ്യുകയാണ്. അപ്പം എന്തിനാണത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഖുർആൻ ഓതിയ 6000 ചില്ലാനം ഖത്തം ഓതിയതായിരിക്കുന്ന മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ. അപ്പം ആ ഖുർആൻ ഓതിൻ്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയാണ്, അതിൻ്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയാണ് അവിടത്തെ കൂടി കൊണ്ടുപോകണം എന്ന് പറയപ്പെട്ടത് എന്ന് മഹദി അവറുകൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. മഹാനവറുകൾ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ച്. എന്താണ് എന്താ അത് കണ്ടില്ലേ, കുറേ കണ്ടില്ലേ, ഇനിയിപ്പം എന്താ ഇങ്ങനെ കാണാൻ? ഇങ്ങനത്തെ നിർത്താനേക്കണ, ഇങ്ങനത്തെ പരിപാടി നിർത്താനേക്കണേ. അത് ശരി, ഇന്നൊക്കെ ഇപ്പം നിർത്താ ജനങ്ങൾക്ക് കണ്ടിട്ട്. ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനത്തെ സംഗതിയാണ്. അപ്പം നഫീസത്തുൽ മിസ്രിയാൻ്റെ ഖബറിൻ്റെ അടുത്ത് കൂടി കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. ഖുർആൻ ഓതിയതായിരിക്കുന്ന കൂലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കൊക്കെ നമ്മളെ ഖബറിൻ്റെ അടുത്ത് ഖുർആൻ ഓതിയാൽ കൂലി കിട്ടുന്നൊരു മദ്ഹറാക്കിയിട്ട് മാറ്റണം. നമ്മൾ ഓതുന്നവർക്ക് ഫലം കിട്ടണം. ബാപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് ചെന്നിട്ട് മക്കൾ ഖബറിൽ ഖത്തമോതുമ്പോൾ അതിന് കൂലി കിട്ടണം. ഉമ്മാൻ്റെ ഖബറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അതിന് കൂലി കിട്ടണം. ഇങ്ങനെയൊക്കെയായിരുന്നു മുൻകാലത്തുള്ളതായിരിക്കുന്ന ജീവിത ലക്ഷ്യങ്ങൾ. അപ്പം ഇപ്പോഴും നമുക്കത് ഫലം കിട്ടും. പക്ഷേ നമ്മൾ മരിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഖബറുണ്ടാക്കുക എന്നുള്ളതാണ്. മരിക്കുന്നതിൻ്റെ മുമ്പ് ഖബറുണ്ടാക്കുക, ആ സ്ഥലത്തിനെ ബഹുമാനിക്കുക. അതിനെ പിന്നെ നമ്മൾ പിന്നെ 2ാം നമ്പറാക്കിയിട്ട് ആക്കരുത്. നമ്മൾ അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു എന്ന് പറഞ്ഞിട്ട് മയ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുന്നു. പടച്ചവനെ അവനക്ക് പുറത്തു കൊടുക്കുക, മഗ്ഫിറത്ത് കൊടുക്കുക എന്ന്
ദുആ ചെയ്യുമ്പോൾ ആ സ്ഥലത്തിന് ബഹുമാനമുണ്ടാകുന്നു, ആ സ്ഥലത്തിന് ബഹുമാനമുണ്ടാകുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു മുസ്ലിമിൻ്റെ ഖബർസ്ഥാനി മൈതാനി എന്ന് പറയപ്പെടുന്നതായിരിക്കുന്ന ആ സാധനം, അത് മനുഷ്യനൊരു ലക്ഷ്യം, ഒരു രക്ഷയാണ്, ദേഹരക്ഷക്കുള്ളതായിരിക്കുന്ന ഒരു വകുപ്പാണ്. നമുക്കൊക്കെ ആവശ്യം തന്നെയാണല്ലോ അപ്പം അത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു 3 കണ്ണൂക്കും 3 കണ്ണൂക്കും കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാകുക? പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മഹ്ശറിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. യൗമനഹ്ശറുൽ മുത്തഖീന ഇല റഹ്മാനി വഫുദാ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. മുത്തഖീങ്ങളുടെ ഖബറിടം യൗമനഹ്ശറുൽ മുത്തഖീന ഇല റഹ്മാനി വഫുദാ. മഹ്ശറിലേക്ക് കോടാനക്കോടി വൈദൂരമുണ്ട്. പള്ളിൻ്റെ അടുത്ത് തന്നെ നമ്മൾ താമസിക്കുന്നു വിചാരിക്കുമ്പോഴും അവിടെ തെറ്റാണ്. അല്ല, കോടാനക്കോടി വൈദൂരമുണ്ട്, കോടാനക്കോടി വൈദൂരമുണ്ട് ഖബറിലേക്ക് മഹ്ശറിലേക്ക്. അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോ, സൽപ്രവർത്തിച്ചോ. യൗമ നഹ്ശറുൽ മുത്തഖീന ഇല റഹ്മാനി വഫുദാ. മുത്തഖീങ്ങൾക്ക് മഹ്ശറിലേക്ക് ഖബറിലേക്ക് ഒരുപാട് വൈദൂരങ്ങളുണ്ട്, കോടാനക്കോടി വൈദൂരങ്ങളുണ്ട്. വനസുഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ. അത് പിന്നെ നരകത്തിലേക്കാണെങ്കിലും അവരെ കൊണ്ടുപോകുന്നത് അവരുടെ ഖബറിൻ്റെ സ്ഥാനത്തു നിന്ന് മഹ്ശറിലേക്ക് ഒരുപാട് വൈദൂരങ്ങളുണ്ട്. യൗമ നഹ്ശറുൽ മുത്തഖീന ഇല റഹ്മാനി വഫുദാ. മുത്തഖീങ്ങൾക്ക് മഹ്ശറിലേക്ക് കൊണ്ടുപോകാൻ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, സാലിഹായിരിക്കുന്ന അമലുകൾ, അതൊക്കെ തന്നെ അവരെ രക്ഷിക്കപ്പെടും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അവർ തന്നെ അവരെ രക്ഷപ്പെടുത്തും എന്ന്. അവർ തന്നെ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തുവാൻ അവരുടെ സൽക്കർമ്മങ്ങൾ ഉണ്ടാകുന്നു. അവർ ചെയ്യുന്ന അമലുകളൊക്കെ ഒരു വാഹനമായിട്ട്, ഒരു മൃഗമായിട്ട് അവരെ കൊണ്ട് മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്നു. യൗമ നഹ്ശറുൽ മുത്തഖീന ഇല റഹ്മാനി വഫുദാ വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ. കാലികളെ തൊളിച്ചു കൊണ്ടുപോകുന്ന കോലത്തിലായിരിക്കും ദോഷികളായിരിക്കുന്ന മനുഷ്യന്മാരെ മഹ്ശറിലേക്ക് കൊണ്ടുപോവുക എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് തന്നെ ചോദിച്ചാലും അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിക്കുന്നവൻ ചോദിച്ചാൽ അതിൻ്റെ അളവോടുകൂടെയും ചിട്ടയോടുകൂടെയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിന് അവർക്ക് പ്രതിഫലം നൽകപ്പെടുന്നു. ബഹുമാനപ്പെട്ട ശംബശ്രീതങ്ങളോട് ഒരു മനുഷ്യൻ ചെന്നിട്ട് ചോദിച്ചു പറഞ്ഞു, തങ്ങളെ, എനിക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, ഞാൻ വലിയ ദോഷിയാണ്, എനിക്ക് ഉദ്ദേശങ്ങളുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് ഉദ്ദേശങ്ങൾ? എൻ്റെ ദോഷങ്ങളൊക്കെ പുറത്ത് കിട്ടണം. പിന്നെ ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് സന്തോഷം, എനിക്ക് സന്താനം വേണം, എനിക്ക് സന്താനങ്ങളില്ല എന്ന്. പിന്നെ ഒരാൾ ചോദിച്ചു, ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ദാരിദ്ര്യം കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളും ആ ചോദിച്ചവർക്കൊക്കെ ഇസ്തിഗ്ഫാർ പെരുപ്പിച്ചോ? ഇതാ മറുപടി കൊടുത്തത്. ഇസ്തിഗ്ഫാർ പെരുപ്പിച്ചോ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. സന്താനങ്ങളില്ലാത്തവനോടും പറഞ്ഞത് ഇസ്തിഗ്ഫാർ പെരുപ്പിച്ചോ. ദാരിദ്ര്യങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരോടും പറഞ്ഞത് ഇസ്തിഗ്ഫാർ പെരുപ്പിച്ചോ. ശംബശ്രീതങ്ങൾ വലിയ മഹാനായിരുന്നു, പണ്ഡിതനായിരുന്നു, ഉഖറവിയായിരിക്കുന്ന പണ്ഡിതനായിരുന്നു. അവർക്ക് ദുന്യാവിൻ്റെ ഉദ്ദേശവും ദുന്യാവിൻ്റെ കിബറും പൊങ്ങച്ചനൊന്നും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ പണ്ഡിതന്മാർ, ഉഖറവിയായിരിക്കുന്ന മനുഷ്യന്മാർ, ഉഖറവിയായിരിക്കുന്ന ആഖിറമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്ന ആ മനസ്സ്, ഇവൻ്റെ ഹൃദയമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്നവർ, അവരാണ് ഉഖറവി.
അങ്ങനെ അപ്പോൾ എല്ലാവരോടും മറുപടി പറഞ്ഞു കൊടുത്തത് ദാരിദ്ര്യം നീങ്ങിപ്പോവാൻ നമുക്കൊക്കെ ആവശ്യമാണല്ലോ ഇല്ലേ, ഈ ബുദ്ധിമുട്ടും വിഷമം തീരുന്നില്ല എന്ന്. അപ്പോൾ എല്ലാവരോടും മൂപ്പര് പറഞ്ഞത് നീ ഇസ്തിഗ്ഫാർ പെരുപ്പിച്ചോ എന്ന്. അപ്പോൾ മറ്റൊരാൾ ചെന്നിട്ട് ചോദിച്ചു, എല്ലാത്തിനും നിങ്ങൾ ഒരേ മറുപടി തന്നെ പറഞ്ഞു കൊടുക്കുന്നെന്താ? എന്താ അത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്നഹു കാന ഗഫാറാ യുർസിലു സമാ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനൂൻ വയജ്അൽ ലക്കും അൻഹാറാ. എല്ലാത്തിനും ഒരേ മറുപടി, എല്ലാത്തിനും ഒരേ മറുപടിയാ പറഞ്ഞത്. ഇസ്തിഗ്ഫാർ പെരുപ്പിച്ചു. ഫഖുൽതു ഇസ്തഗ്ഫിറു, അതാണ് അല്ലാഹു പറഞ്ഞത്. ഫഖുൽതു ഇസ്തഗ്ഫിറു, മൂപ്പര് പറഞ്ഞത് ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ റബ്ബിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടിക്കോ, ഈ പറയപ്പെട്ട എല്ലാ ആവശ്യം പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്ന്. അപ്പോൾ ഇസ്തിഗ്ഫാർ പെരുപ്പിക്കുക നമുക്കൊക്കെ നല്ലതാണ്. ദോഷങ്ങളൊക്കെ പുറത്തു കൊണ്ടിട്ട് നമ്മളൊക്കെ ഒരു മോമിനായിരിക്കുന്ന മനുഷ്യനായി ജീവിച്ച് മോമിനായിരിക്കുന്ന മനുഷ്യനായി മരിക്കുവാൻ വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ പെരുപ്പിച്ചോ. ഇസ്തിഗ്ഫാർ പെരുപ്പിച്ചോ. എന്തൊക്കെയാണ് നീ നാളത്തേക്ക് ചെയ്തു വെച്ചത് എന്ന് ഓരോ ദിവസം തീരുമാനിച്ചോ. നീ ചെയ്തു വെച്ചതിൽ അല്ലാഹു തആലാക്ക് വേണ്ടിയിട്ട്, അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് നാളത്തേക്ക് എന്താണ് ഉള്ളത് എന്ന് ഓരോ ദിവസവും ചിന്തിച്ചോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ പെരുപ്പിക്കാൻ വേണ്ടി പറഞ്ഞ് ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പൊറുക്കലിനെ തേടിക്കോ, അല്ലാഹു ഗഫൂർ റഹീമാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലു സമാ അലൈക്കും മിദ്റാറാ. മഴയില്ലാതെ ചെടി ഉണങ്ങിപ്പോകുന്ന കാലങ്ങൾ, കൃഷികളൊക്കെ ഉണങ്ങിപ്പോകുന്ന ബുദ്ധിമുട്ട് വരുന്നതിന് ഉണ്ട്. ഒന്നും കൃഷികളൊന്നും ലെവലായി കിട്ടുന്നില്ല. അപ്പോഴും പറഞ്ഞത് ഇതാണ്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലു സമാ അലൈക്കും മിദ്റാറാ. കണ്ടോ? അപ്പൊ അല്ലാഹു മഴ തരും. ഇസ്തിഗ്ഫാർ പെരുപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു മഴ തരും. നമുക്ക് മഴയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വരൂല, മഴ പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരൂല. അപ്പൊ ഇസ്തിഗ്ഫാർ പെരുപ്പിക്കുക. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലു സമാ അലൈക്കും മിദ്റാറാ. മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നതിനും പറഞ്ഞതെന്താണ്? ഇസ്തിഗ്ഫാർ പെരുപ്പിച്ചോ. യുർസിലു സമാ അലൈക്കും മിദ്റാറാ യുംദിദു സമാ വയുംദിദുകും ബിമാലിൻ വബനീൻ വയജ്അൽ ലക്കും അൻഹാറാ. അപ്പൊ സന്താനങ്ങളില്ലാതിരിക്കുമ്പോൾ മക്കളെ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക. എന്നാൽ നമുക്ക് സന്താനങ്ങൾ ഉണ്ടാവും, മക്കളുണ്ടാവും. ഇങ്ങനെ കൃഷികളും കൃഷികളില്ലാതെ ദാരിദ്ര്യങ്ങൾ പോകാനും അതിനും മറുപടി പറഞ്ഞു കൊടുത്തത് ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലു സമാ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും അൻഹാറാ. കണ്ടോ? അപ്പോൾ എല്ലാ സംഗതികളും എങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും എല്ലാത്തിനും ഏതൊരു കാര്യത്തിനും നമ്മൾ ഒരേ മഹാനത്തിന് അസംബസരി തങ്ങളെ എന്ന് പറയപ്പെടുന്ന മഹാനെ സന്ദർശിച്ചപ്പോൾ എല്ലാത്തിനും മറുപടി കൊടുത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി. എവിടെയും പരക്കം പായേണ്ട ആവശ്യമില്ല. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ മഹത്തുക്കളെ നമ്മൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് ഓരോ കാര്യത്തിനും ഓരോരുത്തരടുത്ത് പോകേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും പരിഹാരം അള്ളാഹുവിൻ്റെ മഹത്തുക്കളുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തുക്കളടുത്തുണ്ട്. അവരടുത്ത് കൊണ്ട് നമ്മൾ ചോദിച്ചാൽ, നമുക്ക് ഖുർആൻ ഓദിച്ചാൽ, അവിടേക്ക് യാസീൻ ഓതിയാൽ
നമുക്ക് നമ്മളെ വെറുതെ കാര്യങ്ങളൊക്കെ നടത്തപ്പെടുന്നു. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനാണ് ഈ പരിശുദ്ധമായിരിക്കുന്ന ദീന്. അതുകൊണ്ട് ഇങ്ങനെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാകുന്ന ഒരു മഹദിയായിരുന്നു നഫീസത്തുൽ മുസ്ലിയ എന്ന് പറയപ്പെടുന്ന മഹദി. അപ്പോൾ നമ്മുടെ മുൻഗാമികളായിരിക്കുന്ന മഹത്തുക്കളൊക്കെ, നമ്മളെ വാപ്പാന്മാരൊക്കെ അവരൊന്നും പൊട്ടന്മാരല്ല. അവരൊക്കെ ഒരേ കാര്യത്തിന് വേണ്ടി ഒരേ മനുഷ്യനെ തന്നെ, ഒരേ മഹാനെ തന്നെ സന്ദർശിച്ചു കൊണ്ടിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നവരായിരുന്നു. ദൂരം പോകേണ്ട ബുദ്ധിമുട്ടുണ്ടെന്ന് ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ദീനിൻ്റെ കാര്യം അത് വളരെ വിശാലമാണ്. എല്ലാ മനുഷ്യർക്കും പരിഹാരമുണ്ടാകുന്ന കാര്യമാണ്. എല്ലാ വിഷയത്തിനും പരിഹാരമുണ്ടാകുന്ന കാര്യമാണ്. ഒരു മൂമിനായിരിക്കുന്ന മനുഷ്യൻ്റെ ഖബറിടം സന്ദർശിച്ചാൽ അവിടെ പോയിട്ട് നമ്മൾ യാസീനോഴുതിയിട്ട് ദുആ ചെയ്താൽ എന്ത് ഉദ്ദേശമാണോ നമുക്ക് വേണ്ടത്, എന്ത് കാര്യമാണ് പൂർത്തിയാവാനുള്ളതെങ്കിൽ അതിനൊക്കെ അവിടെ നിന്ന് തന്നെ പരിഹാരമുണ്ടാകും. നമ്മളൊക്കെ താങ്ങാൻ കഴിയാത്ത വിഷയങ്ങളൊക്കെ, കുറ്റങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവരത് ഏറ്റെടുക്കും, അവരതിനെ നീക്കിക്കളയും. എന്നിട്ട് നല്ല പ്രതിഫലം നമുക്ക് തരും, നമ്മളെ സന്തോഷിപ്പിക്കും അല്ലാഹുവിൻ്റെ മഹത്തുക്കൾ. ഇതിനാണ് മഹത്തുക്കൾ എന്ന് പറയുക. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ സ്വർഗത്തോപ്പാണ്. അല്ലാഹുവിൻ്റെ മഹത്തുക്കളുടെ ഖബർസ്ഥാനിയൊക്കെ സ്വർഗത്തോപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ സ്വർഗത്തോപ്പായിട്ട് വരണം. അപ്പോൾ നമ്മൾ വിജയിച്ചു. അങ്ങനെ എല്ലാ മനുഷ്യനക്കും അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞ് അത്തഖ്വാ ഹാഉനാ എന്ന് ഇശാറത്ത് ചെയ്ത്, ഖൽബിലേക്ക് ഇശാറത്ത് ചെയ്ത് കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു. ഒരു മൂമിനായിരിക്കുന്ന മനുഷ്യനക്ക് അവൻ സന്ദർശിച്ചാൽ, ഒരു മുത്തഖിയായിരിക്കുന്ന മനുഷ്യനെ സന്ദർശിച്ചാൽ അവൻ്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാകുന്നു. പരക്കം പായേണ്ട ആവശ്യമില്ല, പൊറുതികേട് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് അനക്ക് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച് അത്തഖ്വാ ഹൗനാ. നമ്മളെ ഹൃദയത്തിൽ തന്നെ നമുക്ക് പരിഹാരമുണ്ട്. നമ്മളെ ഹൃദയത്തിൽ ഈമാനുണ്ടെങ്കിൽ ആ ഈമാൻ നമ്മളെ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് പടച്ചവനെ രക്ഷപ്പെടുത്ത്, സലാമത്താക്കി എന്നൊക്കെ പറയാൻ നമുക്ക് അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചു തന്നതാണ്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നതാണ് അത്തഖ്വാ ഹൗനാ. കുറേ ദൂരത്തേക്കും കുറേ നാട്ടിലേക്കും മക്കയിലേക്കും മദീനയിലേക്കും ഒന്ന് ഇശാറത്ത് ചെയ്തതല്ല, മനുഷ്യൻ്റെ സ്വന്തം ഒരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഇശാറത്ത് ചെയ്തമായി പടച്ചവനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബുദ്ധിമുട്ടിയതായ സമയത്ത് നമ്മളെ ഹൃദയത്തിലേക്ക് നമ്മൾ ഇശാറത്ത് ചെയ്തുകൊണ്ട് ചോദിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് പ്രതിഫലം നൽകപ്പെടുന്നത്. അതുകൊണ്ട് നമുക്കൊക്കെ പരിഹാരം നമ്മളെടുത്തുണ്ട്. അല്ലാഹുവിൻ്റെ മുഅ്മിനീങ്ങൾ കിടക്കുന്നതായിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് പരിഹാരമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ട്, സലാം പറഞ്ഞുകൊണ്ട് പ്രശ്നത്തിനൊക്കെ പരിഹാരം അവിടെ തന്നെ ഉണ്ടാക്കാം. നമ്മളെ സ്വന്തം ഖബർസ്ഥാനിയിൽ നമുക്കുണ്ടാക്കാം. ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും നൽകിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മുഅ്മിനായിരിക്കുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് പരിഹാരമുണ്ടാക്കിയിട്ടുള്ളത്. എവിടെയും പോകണ്ട, പരാജയപ്പെട്ട് എവിടേക്കാ പോകണം, എന്താ ചെയ്യുക, പഠിച്ചോനെ ആരോടാ ചോദിക്കുക, ഇതാണല്ലോ ഇപ്പോൾ നമ്മളെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അല്ലാഹു മനുഷ്യരായ നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ബുദ്ധിമുട്ടാതെ തന്നെ എല്ലാ കാര്യങ്ങളും അല്ലാഹു നമുക്ക് പരിഹാരമാക്കി തരുന്ന ഒരു വസ്തുവാണ് മുഅ്മിന് എന്ന് പറയപ്പെടുന്നത്. മുഅ്മിനീങ്ങളുടെ ഖബർസ്ഥാൻ, മുഅ്മിനീങ്ങളുടെ കൂടുതൽ ഖുർആനോദിയിട്ട് മരിച്ചാൽ പരിഹാരം പ്രശ്നമൊക്കെ നമുക്ക് തീരും. അപ്പം അതുകൊണ്ട് സമയം കുറേ ആയതുകൊണ്ട് നീട്ടിക്കൊണ്ട് ബാങ്കിൻ്റെ സമയം ഇപ്പോൾ
നിർത്താം. അപ്പോൾ ഇങ്ങനെ ഉള്ളതായ സംഗതികൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് സമയം ദീർഘമല്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ നിലാമുറ്റം ബദരീങ്ങൾ, മഹത്തുക്കൾ, ബദരീങ്ങൾ കിടക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ബദരീങ്ങളെ ബഹുമാനിക്കുന്നവരായിരിക്കുമല്ലോ മറ്റുള്ളതൊക്കെ ഉണ്ടാകുക. പിന്നെ അവിടെ കിടക്കുന്ന മോമിനീങ്ങളൊക്കെ ബദരീങ്ങളെ ബഹുമാനിക്കുന്നവരായിരിക്കും. അപ്പോൾ ഓലൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഹിദായത്തും സലാമത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മോമിനീങ്ങൾക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നാളെ മഹ്ശറിൽ അള്ളാഹുവിൻ്റെ ബദരീങ്ങളോട് കൂടിയിട്ട് മുഅ്മിനീങ്ങളോട് കൂടിയിട്ട് നമുക്ക് ഖബറിൽ കിടക്കാനും സ്വർഗ്ഗം തന്നെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന്. നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഒരുപാട് മുഅ്മിനീങ്ങളും മഗ്ഫിറത്തുമൊക്കെ ഓലൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ഓൽക്കൊക്കെ നമ്മൾ കുറേ ഖുർആൻ ഓതിയിട്ടുണ്ടാവും. അത് ഓതവും വേണം, എപ്പോഴും നമുക്ക് ആ ഓർമ്മയും വേണം. അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടും പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് തീരാത്ത വിഷമുണ്ടെങ്കിലും മുഅ്മിനീങ്ങളുടെ ഖബർസ്ഥാനിൽ പോയിട്ടൊന്ന് യാസീൻ ഓതിയിട്ട് പഠിച്ചവനെ ഈ മഹത്തുക്കളുടെ പോരിശ കൊണ്ടിട്ട് എൻ്റെ വിഷമം തീർത്തുകൊണ്ടോ എനിക്ക് എൻ്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കിക്കൊണ്ടോ എന്ന് അള്ളാഹുവിനോട് പറയാൻ നമുക്ക് ഒക്കെ അള്ളാഹുവിന് അവസരം നൽകിയിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നമ്മുടെ സ്ഥലങ്ങളൊക്കെ നമ്മൾ സ്വർഗത്തോപ്പാക്കിയിട്ട് നമ്മൾ കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ നന്നാക്കി എടുക്കണം. അതാണ് പരിശുദ്ധ ദീനിൻ്റെ മേഖല. അതൊക്കെ വിശാലമായ മേഖലയാണ്. അത് ഞാൻ അതിലേക്ക് ഇനിയിപ്പോൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്തു തരട്ടെ. ബദരീങ്ങളുടെ ഹഖ് കണ്ടിട്ട് സാലിയായിരിക്കുന്ന അമലുകൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ അമലുകളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ ഇൽമിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളുടെ ഈമാനിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തുക്കളോട് കൂടിയിട്ട് സ്വർഗത്തോപ്പിൽ അള്ളാഹു നമുക്ക് ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ മരിച്ചുപോയ മോമിനീങ്ങൾക്കും മോമിനാത്തിങ്ങൾക്കും ഒക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്നും നമ്മളെപ്പോഴും നമ്മളെ പഴയ സുന്നികൾ പഴയ സുന്നി ഈ മോമിനീങ്ങൾ വെച്ചോർത്ത് സന്ദർശിക്കുന്ന ഇങ്ങനെയൊക്കെ ഉള്ളതായ ആ വിശ്വാസത്തോടു കൂടി ജീവിക്കുന്നവർ, അതൊക്കെയാണ് നമുക്കതിൻ്റെ സത്യാവസ്ഥയും സത്യനിലയൊക്കെ കണ്ടെത്തുന്നതായിരിക്കുന്ന സ്ഥലം. എല്ലാ മോമിനീങ്ങളും അറിഞ്ഞ കാര്യങ്ങളാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അള്ളാഹു നമുക്ക് സാലിഹീങ്ങളെ കൂടെ സ്നേഹിക്കാനും ഓലം മരിച്ചാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ കുടുംബങ്ങളും നമ്മളമ്മമാരും ബാപ്പാൻ്റെ ബാപ്പയും ഒക്കെ മരിച്ചു പോയല്ലോ. ഓലെല്ലാവരും മരിച്ചുപോയി മണ്ണായി പോയി എന്ന് വിശ്വസിക്കരുതേ. അവരുടെ റൂഹിനൊക്കെ എപ്പോഴും ജീവനുണ്ടാവും. അവരുടെ റൂഹിന് ജീവനുണ്ടാവും. അപ്പോൾ അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വീടാണ് ഖബർസ്ഥാനി എന്നാണ് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിച്ചത്. ഖബർസ്ഥാനി മൈതാനി മുഅ്മിനീങ്ങളുടെ വീടാണ്. അപ്പോൾ നമ്മൾ ഓലെ സന്ദർശിക്കൽ അവർക്ക് സന്തോഷമായിരിക്കും. നമ്മളെ വീട്ടിൽ നമുക്ക് സ്നേഹിക്കുന്ന ഒരാൾ വരുമ്പോൾ എന്താ വീട്ടുകാർക്ക് ഉണ്ടാക്കുന്നത് എന്നതുപോലത്തതായൊരു സംഭവമായിരിക്കും. നമ്മളൊരു മുഅ്മിനായ മനുഷ്യൻ്റെ ഖബറിൻ്റെ അടുത്ത് ചെന്ന് കൂടുമ്പോൾ നോക്കുമ്പോൾ കാണുമ്പോൾ വെള്ളിയാഴ്ച രാവുകൾക്കൊക്കെ അവർ വന്നിട്ട് ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് വെത്തി നോക്കും, പാളി നോക്കും, എൻ്റെ കൂട്ടങ്ങളൊക്കെ ആരെങ്കിലും ഇവിടെ വന്നിട്ട് വല്ലതും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെ വിശാലമായിരിക്കുന്ന കാര്യമാണ് മുഅ്മിനിൻ്റെ കാര്യം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങളാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി മരിച്ച് സന്തോഷമായിട്ട് മരിക്കുന്ന മോമിനീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു മരണത്തിനെ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل جنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم
واغفر لنا يا غافر المذنبين رحمنا بأنواع رحمتك يا أرحم الراحمين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وعليه وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.